ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് എൻ്റെ ഒരു തോട്ട് ഷെയർ ചെയ്യാനാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഈ വിവാഹ സമയത്ത് പെൺകുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. അതായത് പെൺകുട്ടിയുടെ പേരൻസ് പെൺകുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത്. പണ്ട് സ്ത്രീധനം എന്ന് പറയും, ഇന്ന് ഗിഫ്റ്റ് എന്ന് പറയും. അപ്പം പക്ഷേ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെയുള്ളൊരു ചോദ്യവും പറച്ചിലൊന്നും ഇന്ന് ഈ ഒരു കാര്യത്തിൽ കാണുന്നില്ല. പക്ഷെ എന്തോ ആയിക്കോട്ടെ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ പേരൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് സ്വർണമായിട്ടോ അല്ലെങ്കിൽ സ്ഥലമായിട്ടോ, സ്ഥലമുള്ളവരൊക്കെ ആണെങ്കിൽ സ്ഥലം അവരുടെ ഷെയറൊക്കെ കൊടുക്കുന്നതായിട്ടൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇങ്ങനെയാണ് സാധാരണക്കാരുടെയും അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്സിൻ്റെയും ആ ഒരു റേഞ്ചിലുള്ള, അതായത് നമ്മുടെ നാട്ടിൽ കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത്. വലിയ പണക്കാരുടെ രീതികളെക്കുറിച്ച് എനിക്കത്ര വലിയ വശമൊന്നുമില്ല, അത്ര അറിയില്ല. പക്ഷേങ്കിൽ എൻ്റെ ഒരു തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കറണ്ട് സിറ്റുവേഷനിൽ പെൺകുട്ടികൾക്ക് സ്വർണ്ണമോ അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ സ്ഥലമോ ആയിട്ടൊന്നും അല്ല ഗിഫ്റ്റ് അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത്. ഞാൻ പറയുന്നത് അവർക്കൊരു വീടാണ് കൊടുക്കേണ്ടത്. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആർഭാടം വീട് വേണം എന്നല്ല പറയണത്. ഒരു ചെറിയ വീട്, അവർക്ക് എപ്പോഴും തിരിച്ചു വരാൻ പറ്റുന്ന വിധത്തിൽ ഒരു വീടാണ് ഒരു പെൺകുട്ടിക്ക് കൊടുക്കേണ്ടത്. കാരണം ഞാൻ ഈ അടുത്ത് സംസാരിച്ചപ്പം എൻ്റെ ഒരു കൂട്ടുകാരി പറയാണ്, അവൾക്ക് നിനക്ക് പോകാനൊരിടമെങ്കിലും ഉണ്ടല്ലോ, ഞാൻ എങ്ങോട്ട് ചെല്ലും, അവളുടെ ഹസ്ബൻഡുമായിട്ട് അവൾക്ക് കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൾക്ക് പോകാൻ സ്ഥലമില്ല. അങ്ങനെ പോകാൻ സ്ഥലമില്ലാത്ത ഒരാളെ കൂടുതൽ മറ്റുള്ളവർ ചൂഷണം ചെയ്യും. ഇറങ്ങിപ്പോടി എന്ന് പറയാമല്ലോ, വഴക്കുണ്ടാക്കി അവരിൽ കൂടുതൽ അധികാരമെടുക്കാനും അവരെ കൂടുതൽ വേദനിപ്പിക്കാനൊക്കെ ഈ എതിർവശത്ത് നിൽക്കുന്ന ആളുകൾക്ക് സാധിക്കും. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കൊക്കെ സാധിക്കും. കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് പോകാൻ സ്ഥലമില്ല, അവരെ സ്വീകരിക്കാൻ ആളില്ല എന്നൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുമ്പം അത് ചൂഷണം ചെയ്യും. പല പെൺകുട്ടികൾക്കും അങ്ങനെ പോകാനൊരിടം കിട്ടത്തില്ല. എസ്പെഷ്യലി ഇപ്പോൾ 2 കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പം ആ വീട്ടിൽ മറ്റൊരാൾ കല്യാണം കഴിച്ച് വന്നിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ ലൈഫിന് ഇപ്പം ഒബ്വിയസ്ലി വേറൊരു ഫാമിലി അവിടെ നടക്കുമ്പം നമ്മൾ അതിനിടയ്ക്കോട്ട്, നമ്മൾ ആ വീട്ടിൽ മുമ്പ് ആളായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ തിരിച്ചു കയറി ചെല്ലുമ്പം അവരുടെ വീട്ടിലെ അവരുടെ സമാധാനം കൂടെ നശിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ തോന്നും, ഞാൻ ചെന്നിട്ട് അവരുടെ ജീവിതം കൂടെ കളയണ്ടല്ലോ എന്ന് വിചാരിക്കുന്നവരായിരിക്കും പല പല സ്ത്രീകളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ സഹിക്കാൻ നമ്മൾ തയ്യാറാവും.